Hi friends, welcome back to our channel MR Lal Vlogs. കുറേ നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അത് ഇപ്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ലോങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സച്ചുകുട്ടം പോകുന്നതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും നമ്മൾ കല്ലട ജലോത്സവം കാണാൻ പോയ കുറച്ച് കാഴ്ചകളുമൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ ഞാൻ സംസാരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ആ വീഡിയോസ് ഓടും എന്ന് മാത്രം. നമ്മൾ സെൽഫ് സ്റ്റഡി PSC ആയിരുന്ന സമയത്ത് മോട്ടിവേഷൻസ് നിറയെ ചെയ്യുമായിരുന്നു. അത് എൻ്റെ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടവുമായിരുന്നു. കുറേ നാളായിട്ട് ഞാൻ നിർത്തി വെച്ചിരുന്നതായിരുന്നു, കാരണം ഞാൻ തന്നെ മോട്ടിവേറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ മോട്ടിവേറ്റ് ആയല്ലേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇപ്പം അനുഭവത്തിലായിട്ടെത്തിയ ഒരു കാര്യം അത് നിങ്ങളിലേക്കൊരു മോട്ടിവേഷനായിട്ട് എത്തിക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി പയ്യെ നമ്മുടെ വിഷയത്തിലേക്ക് അങ്ങോട്ട് പോകാം. ഞാൻ PSC പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ കൃത്യമായൊരു ടൈം മാനേജ്മെൻറ്റും മീൽ പ്ലാനിങ്ങും ഒക്കെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അന്നൊക്കെ എനിക്ക് സമയം ധാരാളമായിരുന്നു. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറയുന്നിടത്ത് എൻ്റെ സമയങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഷോപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ അങ്ങോട്ട് വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതൊന്നും എൻ്റേതായ ഒരു രീതിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായി. വിളിച്ച വഴിയെ വന്നില്ലെങ്കിൽ പോവുക വഴിയെ അങ്ങോട്ട് പോട്ടെ, അങ്ങനൊരു പഴഞ്ചൊല്ലില്ലേ, അങ്ങനെയല്ലേ അത്? അങ്ങനെ എന്തോ ആ ഒരു രീതിക്കായിരുന്നു ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ പറയുന്നിടത്തോട്ട് സമയവും നിൽക്കുന്നില്ല, സമയം പറയുന്നിടത്തോട്ട് ഞാനും പോകുന്നില്ല. ആ ഒരവസ്ഥയായിരുന്നു. എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നേ പറ്റൂ. ശരീരത്തിന് അവധിയില്ല, നമ്മുടെ കൂടെ സമയം നിൽക്കുന്നതുമില്ല. അങ്ങനെ എൻ്റെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണേ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ കടയിലേക്ക് പോകുന്ന ബസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദൂരം. നമ്മളിവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചങ്ങോട്ട് പോവുകയാണെങ്കിൽ 50 രൂപയാണ് ഓട്ടോ കൂലി ബസ് സ്റ്റാൻഡ് വരേക്കും. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട്, ഇപ്പോഴല്ല, ഞാൻ ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതിന് കുറേ നാൾ മുമ്പ് വരെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ടൈം മൊത്തവും മാറിയ സമയം മുതൽ, അതായത് ഷോപ്പ് തുടങ്ങിയത് മുതൽ ഇപ്പം ഞാൻ ഈ വീണ്ടും ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വരെ മണിയണ്ണൻ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഈ 50 രൂപ ഓട്ടോ കൂലി കൊടുത്താണ് ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒതുക്കി വരുമ്പോഴത്തേക്ക് സമയം കിട്ടത്തില്ല, ബസ് നമ്മളെ കാത്തു നിൽക്കത്തില്ല. അപ്പം നമ്മൾ ഓട്ടോയിൽ പോയേ പറ്റൂ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണേ. ഇതെന്ന് വെച്ചാൽ എന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച്. ഞാനെന്ന വ്യക്തി, എനിക്കറിയാവുന്ന ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ ഡെയിലി 50 രൂപ ഓട്ടോ കൂലി കൊടുത്തിട്ട് ഷോപ്പിലേക്ക് പോകുന്നു. ഷോപ്പിലെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കത്തില്ല കച്ചവടം പോകുന്നത്. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഇപ്പോൾ ഓൺലൈൻ സർവീസിൻ്റെയൊക്കെ കാലമാണ്. അപ്പോൾ എല്ലാ ദിവസവും നമുക്കങ്ങനെ ഒരേപോലെ പോകത്തില്ല. അപ്പം ചിലപ്പം കച്ചവടം കുറവായിരിക്കും, ചിലപ്പോൾ കച്ചവടം കൂടുതലായിരിക്കും. ആ സമയത്ത് നമുക്ക് 50 രൂപ അതൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ നിലവിലുള്ള ആ ഒരവസ്ഥ ഒന്ന് മാറ്റിയെടുക്കുന്നതിനെ പറ്റി ഞാൻ നന്നായിട്ട് ആലോചിച്ച് ഫൈനൽ ഡിസിഷനിലെത്തിയിട്ട് ആദ്യം ഞാൻ ചെയ്ത കാര്യം നേരത്തെ എഴുന്നേൽക്കുക എന്ന ഒരു കാര്യമായിരുന്നു. അതായത് നിലവിൽ ഞാനൊരു 5:30ക്കാണ് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊരു മണിക്കൂർ മുന്നേ ആക്കി 4:30ക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി. 2-3 ദിവസം അങ്ങനെയൊന്ന് ഫോളോ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല വ്യത്യാസം തോന്നി. വേക്കപ്പ് വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് ഗോ ടു ബെഡ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയല്ലേ പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ ദൃഢനിശ്ചയത്തോടെ എഴുന്നേൽക്കുക, സംതൃപ്തിയോടെ ഉറങ്ങുക. അതാണ് ആ ഒരു കോഴ്സ് കറക്റ്റാണെന്ന് ഫീൽ ചെയ്ത് നല്ല ഒരു ആത്മവിശ്വാസം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. മീൽ പ്ലാനിങ് ആണ് നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ആ മീൽ പ്ലാനിങ് എഴുതി ഒരു ടേബിളാക്കി അത് പണ്ടത്തെ പോലെ തന്നെ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോഴെൻ്റെ ലൈഫിൽ വന്ന മാറ്റമെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു, പിന്നെ എനിക്ക് സമയം അധികമായിരുന്നു. ഞാൻ 50 രൂപ കൊടുത്ത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി നടന്ന് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കാത്തു നിന്ന് പോവാൻ തുടങ്ങി. അതാണ് എൻ്റെ ലൈഫിൽ വന്ന വ്യത്യാസം. ഇതൊക്കെ ഇപ്പോൾ ഇത്ര വലിയ കാര്യമാണോ?
ഞങ്ങൾ നേരത്തെയൊക്കെ എഴുന്നേൽക്കുന്നവരാ എന്നൊക്കെ ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. കാരണം രാത്രി ഞാൻ കിടക്കുന്നത് ഒരുപാട് ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ്. രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാറില്ല. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുക പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു തീരുമാനമെടുത്ത് പഴയ രീതിയിലേക്ക് എന്നെക്കൊണ്ട് എത്താൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ആ ഒരു തീരുമാനമാണ്. നേരത്തെ എഴുന്നേൽക്കണം. ഈ ഒരു കോട്സ് അത് ഞാൻ കണ്ട് വേക്കപ്പ് വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് ഗോ ടു ബെഡ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ. ആ ഒരു കോട്സ് എന്താ പറയുക, യാദൃശ്ചികമായിട്ട് ഞാൻ കണ്ടതിനെ തുടർന്നാണ് ആ ഒരു തീരുമാനം ഞാൻ എടുക്കാനിടയായത്. അങ്ങനെ ആ ഒരു തീരുമാനം എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു ചേഞ്ചാണ് വരുത്തിയത്. അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറയട്ടെ, നമ്മൾ നേരത്തെ എണീറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, ടൈമിനെ നമ്മുടെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുക, മീൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ടൈം മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ ഒരുപാട് 2-3 വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ മീൽ പ്ലാനിങ്, അടുത്ത നമ്മുടെ വീഡിയോ വരുന്നത് ആ മീൽ പ്ലാനിങ്ങിൻ്റെ ആയിരിക്കും. ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ ആ ഒരു ടേബിൾ വരച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലവർക്ക് മനസ്സിലതൊക്കെ കീപ്പ് ചെയ്ത് പോകാൻ കഴിയുമായിരിക്കും. എന്നെക്കൊണ്ട് അതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മീൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ ഒരു കുറച്ച് നേരത്തെ സംസാരം ഓവറായി പോയോ ഒന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ മീൽ പ്ലാനിങ് ആണ്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്താലേ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് എത്താം. അതിനു മുമ്പ് എൻ്റെ സച്ചുകുട്ടൻ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻസും കലയുടെ ജലോത്സവവും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.